Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഡ്രാഫ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് ഡ്രാഫ്റ്റിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് മെസ്സേജിലൊക്കെ ആണെങ്കിലും കമൻറ്റിലാണെങ്കിലും വന്നതാണ് സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് സൈസ് കൂട്ടിയും കുറഞ്ഞുമായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് പോകാം. ഇപ്പം ഞാൻ പറയുന്നത് 36 സൈസിലുള്ള ഹിപ്പ് സൈസ് 36 വരുന്ന ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ പറയുന്നത്. ഫുൾ ലെങ്ത് വേണ്ടത് 37 ഇഞ്ചാണ് ഇറക്കം വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് എന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 37 സീം എലമെൻസും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഹിപ്പിൻ്റെ പോർഷനാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ 10 ഇഞ്ചാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ മേളിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് 37-നുള്ളിൽ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സീമും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ ഫുൾ ലെങ്ത് 37 പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതിൽ മേളിൽ എക്സ്ട്രാ 2 ഇഞ്ച് നിങ്ങളുടെ ആക്ച്വൽ സൈസിനേക്കാളും കൂടുതൽ കൊടുക്കണം. പിന്നെ ഇത് സെൻറ്റർ പോർഷനാണ് ആ ഒരു ജോയിൻറ്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കാലുകളുടെ ആ ഒരു സെൻറ്റർ പോർഷനിലൂടെയുള്ള ഇറക്കം ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിലുള്ളത്, അത് 12 ഇഞ്ചാണ് 36 സൈസിന് നമുക്ക് വേണ്ടി വരുന്നത്. നിങ്ങളിപ്പോൾ 36 സൈസ് എന്നുണ്ടെങ്കിൽ ഹിപ്പ് ഈ ഒരു മെഷർമെൻറ്റ്സിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വെട്ടുന്ന വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാകും. ആദ്യം ഇത് വരയ്ക്കുന്ന ആ ഒരു ഡ്രാഫ്റ്റിംഗ് നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾക്ക് നോട്ടായിട്ട് ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് ഒരു 2.5 ഇഞ്ചാണ് ഈ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്, നമ്മളെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വെട്ടി കാണിച്ചു തരാം. അപ്പോൾ താഴത്ത് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. സ്ട്രെയിറ്റ് പാൻ്റ് ആണ്, പലാസോ ഒന്നുമല്ല. അപ്പോൾ അത്രയും വീഡിയോ ഒന്നും ആവശ്യമില്ല. പിന്നെ എക്സ്ട്രാ താഴത്തേക്ക് 2 ഇഞ്ച് കൊടുക്കണം. അതായത് നമ്മൾ മേളിൽ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തായിരുന്നല്ലോ മടക്കി അടിക്കാനും പിന്നെ പട്ട ജോയിൻ ചെയ്യാനൊക്കെ, ബെൽറ്റിൻ്റെ പോർഷനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ താഴത്തും 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ലെങ്ത് നമുക്ക് 37 ഇഞ്ച് തന്നെയാണ് നമ്മൾ ബാക്കിലും കൊടുക്കുന്നത്. ഓക്കെ, ലെങ്ത് 37 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മളിത് കുറച്ച് കയറ്റിയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ ഒരു ലെയറും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ അവിടെ കുറച്ച് വലുതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഫ്രണ്ട് പോർഷൻ വെട്ടിയിട്ട് നമ്മൾ ബാക്കിൻ്റെ അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷന് കുറച്ച് എക്സ്ട്രാ സ്പേസും കൂടെ കാണും. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ 2.5 ഇഞ്ചസാണ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വരയ്ക്കുന്നത്. അവിടെ നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ ഒരു ഔട്ടർ ലൈൻ പോലെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ സൈസ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ മേളിൽ 10 ഇഞ്ച് തന്നെയാണ് നമുക്ക് വരുന്നത്. ഹിപ്പിൻ്റെ പോർഷനിൽ രണ്ടിനും 10 ഇഞ്ച് തന്നെയാണ് വരുന്നത്. പിന്നെ താഴെയായിട്ട് 3 ഇഞ്ച് നമ്മൾ നേരത്തെ കൊടുത്തത് വരും. പിന്നെ ഇവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് 3 ഇഞ്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യം എടുത്തത് സെയിം തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഫിഗർ ആദ്യം ഇപ്പോൾ നോട്ട് പോലെയൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സും കൂടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെയാണത് വെട്ടേണ്ടതെന്ന് മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം ഒരു നോട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ കട്ടിങ് പിന്നെ സ്റ്റിച്ചിങ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ആ സെൻറ്റർ പോർഷൻ നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ വരച്ചതുപോലെ തന്നെയാണ് സെൻറ്ററിൽ നിന്ന് നേരെ താഴത്തേക്കുള്ള ആ ഒരു ഡോട്ടഡ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നോർമൽ സ്ട്രെയിറ്റ് പാൻറ്റ്സ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മളത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ ഇപ്പോൾ സൈസ് എന്ന് പറയുന്നത് 36 ഹിപ്പ് സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സൈസ് എത്രയാണെന്ന് നോക്കുക, അതനുസരിച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇറക്കമെന്ന് പറയുമ്പോൾ 37, ഞാനതൊന്ന് ഇവിടെ എഴുതിയേക്കാവേ. ഹിപ്പ് സൈസ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ. ഹിപ്പ് സൈസ് 36 ഇഞ്ചും ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 37 ഇഞ്ചുമാണ് വരുന്നത്. എല്ലാ ഇഞ്ചിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിലും നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ആ നോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നോട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോട്ടൊക്കെ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.